കോട്ടയം ലുലു മാൾ ഡിസംബറിൽ തുറക്കുമെന്ന പ്രഖ്യാപനവുമായി ലുലു ഗ്രൂപ്പ് നേരത്തെയും ഡിസംബർ എന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കൃത്യമായ ഡേറ്റ് പറഞ്ഞിരുന്നില്ല. എന്നാൽ ഡിസംബർ പകുതിയോടെ മാൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ഇന്ത്യയുടെ ഷോപ്പിംഗ് മാൾ ഡയറക്ടർ ഷിബു ഫിലിപ്പ് വ്യക്തമാക്കി. 2.5 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ കോട്ടയം MC റോഡിന് സമീപം മണിപ്പുഴയിലാണ് പുതിയ മാൾ തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിലെ 5ാമത്തെ ലുലു മാളാണിത്. കൊച്ചി, തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ലുലുവിന് നിലവിൽ സംസ്ഥാനത്ത് മാളുകൾ ഉള്ളത്. ഇത് കേരളത്തിലെ ടയർ 3 വിപണികളിലുടനീളം ലുലു ഗ്രൂപ്പിന്റെ മിനി മാളുകൾ നിർമ്മിക്കുക എന്ന വിപുലീകരണ പദ്ധതിയുടെ ഭാഗമാണെന്നും ഷിബു ഫിലിപ്പ് പറഞ്ഞു. കോട്ടയത്തെ മാളിന് ജനങ്ങൾക്കിടയിൽ മികച്ച സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാൾ പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷത്തിൽ തന്നെ 55 ലക്ഷത്തിലധികം ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും പോലെ വലിയ മാളല്ല കോട്ടയത്ത് വരുന്നത്. പാലക്കാടും കോഴിക്കോടും തുറന്നതുപോലുള്ള മിനി മാളാണ് കോട്ടയത്തേത്. 2023 ഡിസംബറിലാണ് സംസ്ഥാനത്തെ ആദ്യ മിനി മാൾ ലുലു ഗ്രൂപ്പ് പാലക്കാട് തുറക്കുന്നത്. ഇക്കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ച് കോഴിക്കോട്ടെ മാളും പ്രവർത്തനം ആരംഭിച്ചു. കോട്ടയത്തിന് പിന്നാലെ പെരിന്തൽമണ്ണ, തിരൂർ, കൊട്ടിയം എന്നിവിടങ്ങളിലും ലുലു ഗ്രൂപ്പ് തങ്ങളുടെ മിനി മാളുകൾ തുറക്കും. 1.4 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റായിരിക്കും കോട്ടയം ലുലു മാളിന്റെയും ശ്രദ്ധാകേന്ദ്രം. അതോടൊപ്പം തന്നെ ലുലു ഫാഷൻ സ്റ്റോറും ലുലു കണക്റ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. SW, ഡയമണ്ട് സെലിയോ, ലൂയിസ് ഫിലിപ്പ്, വാൻ ഹുസൈൻ, മാമിർ എന്നിവയുൾപ്പെടെ ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, ബ്യൂട്ടി എന്നീ മേഖലയിലുടനീളമുള്ള 20-ലധികം പ്രാദേശിക, ദേശീയ, അന്തർദേശീയ ബ്രാൻഡുകളും മാളിൽ ഉപഭോക്താക്കളെ വരവേൽക്കാനായി തയ്യാറാണ്. ഒരേ സമയം 400 പേർക്ക് ഇരിക്കാവുന്ന ഫുഡ് കോർട്ടിൽ ചിക്കിംഗ്, മക്ഡൊണാൾഡ്സ്, KFC, കോസ്റ്റ കോഫി തുടങ്ങിയ നിരവധി പ്രമുഖ ഫുഡ് ബ്രാൻഡുകളും തയ്യാറാണ്. അതോടൊപ്പം തന്നെ എല്ലാ പ്രായത്തിലുമുള്ള സന്ദർശകർക്ക് ആകർഷകമായ വിനോദാവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന 9000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഫാമിലി എന്റർടൈൻമെന്റ് സെന്ററും മാൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതേസമയം കേരളത്തിന് പുറത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലുലു ഗ്രൂപ്പിന്റെ പുതിയ പദ്ധതികൾ പ്രാവർത്തികമായി കൊണ്ടിരിക്കുകയാണ്. ചെന്നൈ, അഹമ്മദാബാദ്, വിശാഖപട്ടണം തുടങ്ങിയ നഗരങ്ങളിൽ ലുലു ഗ്രൂപ്പ് മാളുകൾ തുറക്കുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ മാളാണ് അഹമ്മദാബാദിൽ തുറക്കാൻ പോകുന്നത്. ഇതിന്റെ സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായി. മാളുകൾക്ക് പുറമെ ശ്രീനഗർ, അമൃതസർ, നോയിഡ എന്നിവിടങ്ങളിൽ ഫുഡ് പ്രോസസിംഗ് കേന്ദ്രങ്ങളും ലുലു സ്ഥാപിക്കും. അതിനിടെ ലുലു കമ്പനിയുടെ ജൂലൈ-സെപ്റ്റംബർ പാദത്തിലെ ലാഭക്കണക്കുകളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വരുമാനത്തിലും ഗണ്യമായ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈ-സെപ്റ്റംബർ പാദത്തിൽ 6.1% വളർച്ചയാണ് കമ്പനിയുടെ ലാഭത്തിലുണ്ടായിരിക്കുന്നത്. അത് ഏകദേശം $186 കോടി അഥവാ 15,700 കോടി രൂപയോളം വരും. ഈ പാദത്തിൽ വലിയ മുന്നേറ്റമാണ് കമ്പനിയുടെ വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. നികുതി, പലിശ തുടങ്ങിയ ബാധ്യതകൾക്ക് മുമ്പുള്ള ലാഭം 9.9% ഉയർന്ന് $17.63 കോടി ആയി മാറിയിട്ടുണ്ട്. ഇതിനു പുറമെ സജീവ ബിസിനസ്സിൽ നിന്നുള്ള ലാഭം 1.55 കോടി അഥവാ 130 കോടി രൂപയിൽ നിന്ന് 3.51 കോടി അഥവാ 296 കോടി രൂപ എന്ന നിലയിലേക്ക് വളരുകയും ചെയ്തിട്ടുണ്ട്. ഈ ലാഭക്കണക്കുകൾ തന്നെയാണ് ലുലു ഗ്രൂപ്പിനും യൂസഫ് അലിക്കും പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ. മറ്റു കണക്കുകൾ നോക്കുകയാണെങ്കിൽ 9.85 കോടി അല്ലെങ്കിൽ 830 കോടി രൂപയാണ് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള ലുലു റീറ്റെയിലിന്റെ മൂലധന ചെലവ്. ആകെ വിൽപ്പനാ വരുമാനത്തിന്റെ 1.7% മാത്രമാണിത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ സ്റ്റോറുകൾ തുറന്ന് കമ്പനി വിപുലീകരിക്കുന്നതിനാണ് ഇതിൽ വലിയൊരു ശതമാനം തുകയും വിനിയോഗിച്ചത്. കമ്പനിയുടെ പ്രധാന വിപണികളായ UAE, സൗദി രാജ്യങ്ങളിലെ പ്രകടനം തന്നെയാണ് വരുമാന കുതിപ്പിന് ഇന്ധനം പകർന്നത്. UAEയിൽ 7.3%, സൗദിയിൽ 5.7% വരുമാന വളർച്ചയാണ് കമ്പനിക്കുണ്ടായിരിക്കുന്നത്. മറ്റ് പ്രധാന ഗൾഫ് വിപണികളായ ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലും മികച്ച പ്രകടനം നടത്തിയത് കമ്പനിക്ക് മുതൽക്കൂട്ടായി. ഈ വർഷം സെപ്റ്റംബർ 12 റീറ്റെയിൽ സ്റ്റോറുകൾ ലുലു GCCയിലെ വിവിധ മേഖലകളിൽ തുറന്നിട്ടുണ്ട്. അതിനുശേഷം 5 സ്റ്റോറുകൾ കൂടി തുറന്നു. ഇതൊക്കെയും കമ്പനിയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വിത്തുപാകുന്ന നീക്കങ്ങളാണ്. ഇ-കൊമേഴ്സ് വിൽപ്പനയിലും കമ്പനി ഗണ്യമായ പുരോഗതിയാണ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.